ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ഈസി ആയിട്ടുള്ള മസാല റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇടുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഇടുക. തക്കാളിയും കൂടെ വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക. അതും കൂടെ വഴണ്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്തേക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഒരു 10 സെക്കൻഡ് ഇളക്കി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കുറച്ച് സോയാബീനും പിന്നെ നമ്മുടെ അരിയും കൂടി ഇട്ട് ഇളക്കുക. ഞാൻ ഇവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് 6 ഗ്ലാസ് വെള്ളം വേണം. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിലടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കേണ്ടത്. ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിസിൽ പോകുന്നിടം വരെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ.